പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, എനിക്ക് നോക്കിയ ക്രിസ്മസിന്റെ അടുത്ത ദിനങ്ങളാണ്. നമുക്കറിയാലോ അല്ലെ, വിശുദ്ധ മത്തായി 1:21, നീ അവനെ യേശു എന്ന് പേരിടണം, എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കും. അപ്പൊ നോക്കി, ഈ ദിവസങ്ങളിൽ ഈ ക്രിസ്മസിന്റെ ഏറ്റവും പ്രധാന ഒരുക്കുന്നുള്ളത് നല്ല കുമ്പസാരമാണ്. നല്ലൊരു കുമ്പസാരം നടത്താനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. ഇന്ന് അച്ഛനിവിടെ കോടന്നൂര് പള്ളിയുടെ ചേർന്നൊരു അവരുടെ കോൺവെന്റ് SABSന്റെ കോൺവെന്റിലാണ് ഞാൻ ഇന്ന് വരെ ചെയ്യാത്തൊരു ശുശ്രൂഷയാണ് സഹോദരങ്ങളെ. അവിടുത്തെ 12ാം ക്ലാസ്സിലെ അധ്യാപകൻ തൻ്റെ ക്ലാസ്സിൽ 20ഓളം കുട്ടികൾ, ആ 20ഓളം കുട്ടികൾക്ക് വേണ്ടി ഒരു 1 ഡേ രാവിലെ 7 മണി തുടങ്ങി വൈകിട്ട് 7 മണി വരെ, ചിന്തിക്കാൻ പറ്റുമോ, ഹാഫ് ഡേ പോലും. ഇന്ന് അവരുടെ ഇടവകയിൽ കാറ്റീസിൻ്റെ സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു ദിവസം അല്ലാതെ വേറൊരു അവസരം ഇല്ലാത്തത് കൊണ്ട് ആ കുട്ടികൾ വികാരിച്ചനൊക്കെ അതിനെ പെർമിറ്റ് ചെയ്തു. അധ്യാപകരുടെ മറ്റുള്ള അധ്യാപകരുടെയൊക്കെ സഹായങ്ങളുണ്ടായി, സിസ്റ്റേഴ്സ് സഹായിച്ചു. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് സഹോദരങ്ങൾ 20 കുട്ടികളും ആ ശുശ്രൂഷയിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. ശരിക്കും ഒരു അധ്യാപകൻ ശരിക്കും വിചാരിക്കുമ്പോൾ എന്തോരം മാറ്റങ്ങളാണ് സഭയിൽ വരുത്താൻ പറ്റുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് സഹോദരങ്ങളെ, സാധാരണ ഇടവപ്പള്ളികൾ നടത്തുന്ന പ്രോഗ്രാമിൽ ഞാൻ പോയിട്ടുണ്ട്, ഫൊറോന തലത്തിൽ നടത്തുന്ന പ്രോഗ്രാമിൽ പോയിട്ടുണ്ട്. പക്ഷെ ഒരു അധ്യാപകൻ ഇനീഷ്യേറ്റീവ് എടുത്ത് തീർച്ചയായിട്ടും മറ്റുള്ളവരെല്ലാവരും അതിന് സപ്പോർട്ട് ചെയ്തു. വലിയൊരു കാര്യമാണ്. നമുക്ക് പ്രത്യേകമായിട്ട് നമുക്ക് അങ്ങനെ, അതായത് ഹൈസ്കൂൾ തലത്തിലൊക്കെ അധ്യാപകരൊക്കെ ശരിക്കും ഇനീഷ്യേറ്റീവ് എടുക്കുന്നത് നല്ലൊരു വേറെ ആ അധ്യാപകൻ എല്ലാ കാര്യങ്ങളും അതിനുവേണ്ടി സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ ശരിക്കും പ്രാർത്ഥനയൊക്കെ നടത്തി. നിങ്ങൾ നോക്കി, എത്ര വൈദികരും കൗൺസിലേഴ്സും സിസ്റ്റേഴ്സ് ഒക്കെ വമ്പൻ ടീമുകളാണ്. അച്ഛനാണ് അതിലൊരു ചെറുതായിട്ടുണ്ടെങ്കിൽ അച്ഛൻ മാത്രമുള്ളൂ, ഒക്കെയുള്ള വമ്പൻ ടീമുകളെ കൊണ്ടുവന്നേക്കാണ്. അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ നിങ്ങൾ സെഷൻ നമ്മുടെ ബഹുമാനപ്പെട്ട പോൾ മാളിമാവച്ചനാണ് അവിടുത്തെ സെഷൻ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത്. നമുക്ക് ശരിക്കും നമ്മുടെ ഈ കറ്റീസൊക്കെ ആ ഒരു രീതിയിൽ, പ്രിയ സഹോദരങ്ങൾ, ഒരു പൊളിച്ചെഴുത്ത് നമുക്ക് തീർച്ചയായിട്ടും ക്ലാസ് റൂമിൽ ഇരുന്നിട്ടുള്ള പരിപാടി മാത്രമല്ല, ഒരു പൊളിച്ചെഴുത്ത് തീർച്ചയായിട്ടും വേണം. ഈശ്വരനായിട്ട് എല്ലാ അഭിഷേകങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട് സകലർക്കും നൽകട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.